ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് വെറുതെ ഫേസ്ബുക്കിനകത്തൊന്ന് സെർച്ച് ചെയ്താൽ അപ്പോഴാണ് മാർക്ക് സുക്കർബർഗിനെ പറ്റിയും ഫേസ്ബുക്കിനെ പറ്റിയും വാട്സപ്പിനെ പറ്റിയൊക്കെ കുറേ ട്രോളും പോസ്റ്റും കമൻറ്റൊക്കെ ആയിട്ട് കുറേ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് ഈ അടുത്താണ് തുടങ്ങിയത്. പ്രത്യേകിച്ച് വാട്സപ്പിനകത്ത് ഈ അടുത്ത് പുതിയ വന്നിട്ടുള്ള അവരുടെ പുതിയ ടേംസ് ആൻഡ് പ്രൈവസി പോളിസിയിൽ ബന്ധപ്പെട്ട ഒരു അഗ്രിമെൻറ്റ്, പുതിയൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മുടെ അടുത്ത് മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. മിക്കവാറും ആളുകൾ അഗ്രി ചെയ്തിട്ടുണ്ട്, ചിലർ ഡിസഗ്രി ചെയ്തിട്ടുണ്ട്. ഞാൻ അഗ്രി ചെയ്തിട്ട് എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയൊന്നുമില്ല. പക്ഷേ പല ആളുകൾക്കും ആ കമൻറ്റൊക്കെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് പല ആൾക്കും ഭയങ്കര ആശങ്കയുണ്ട്. നമ്മുടെ ഡാറ്റ ഉപയോഗപ്പെടുത്തിയിട്ട് ഫേസ്ബുക്കും വാട്സപ്പൊക്കെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വിൽക്കുമോ, നമുക്കത് വേറെ നമുക്ക് ഗുണകരമല്ലാത്ത രൂപത്തിൽ ആ സ്ഥാനത്തിന് ദുരുപയോഗപ്പെടുത്തുക എന്നുള്ള രൂപത്തിലുള്ള പല രീതിയിലുള്ള ആശങ്കകൾ എനിക്കുണ്ട്. എന്നാലും ഫേസ്ബുക്ക് പോലുള്ള ഒരു സോഷ്യൽ മീഡിയ അതല്ലെങ്കിൽ വാട്സപ്പ് പോലുള്ള ഒരു മെസ്സഞ്ചർ ഇതുപോലുള്ള ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഡാറ്റനെ ഉപയോഗപ്പെടുത്തിയിട്ട് അവർ എന്താണത് ചെയ്യുന്നത്, നമുക്ക് ഗുണകരമല്ലാത്ത രൂപത്തിൽ ആ സാധനത്തിന് ദുരുപയോഗപ്പെടുത്തുമോ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് അതിനുള്ള പരിഹാരം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സയ്യിദ് ബിസിനസ് ടെക്നോളജി എന്ന വെബ് സീരീസിനെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഫേസ്ബുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. ഫേസ്ബുക്ക് മാത്രമല്ല, ഫേസ്ബുക്കിൻ്റെ കൂടെയുള്ള കുറേ അഡ്വാൻസ് സർവീസുകളും കൂടെ ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറുകൾ, വാട്സപ്പ് പോലുള്ള മെസ്സേജിംഗ് സംവിധാനങ്ങൾ, ഫോട്ടോ ഷെയറിംഗ് ആപ്ലിക്കേഷനായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ തന്നെ മറ്റൊരു ബ്രാൻഡാണ്, അധികാൾക്കും അറിയാത്തൊരു സംഭവം കൂടെ ആയിരിക്കും, വെർച്വൽ റിയാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒക്കുലസ് എന്നുള്ള ബ്രാൻഡും കൂടെ അവർക്കുണ്ട്. ഈ രീതിയിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുറേ ഡാറ്റകൾ ഇതുവഴി ഇവരെടുത്തിട്ട് ഫേസ്ബുക്കിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ബിസിനസ്സുകാർക്ക് വേണ്ടി മറച്ചു വെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പോസ്റ്റുകളും ട്രോളുകളൊക്കെ ഞാൻ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. കേട്ടതിൽ ഭൂരിഭാഗം സത്യം തന്നെയാണ്. ഫേസ്ബുക്കിനെ തുറന്നു പറയുന്നുണ്ട് നമ്മുടേതായിട്ടുള്ള ഡാറ്റ ഉപയോഗപ്പെടുത്തിയിട്ട് അവർ മറ്റുള്ള അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നുള്ള പ്രത്യേകം പറയുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, നമ്മളെ ഒരിക്കലും മിസ്യൂസ് ചെയ്യില്ല എന്നുള്ളതും അതല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ ഒരിക്കലും നമുക്ക് ഗുണകരമല്ലാത്ത രീതിയിൽ അവർ ഉപയോഗിക്കില്ല എന്നുള്ളതും, ഇതൊരു റോ ഡാറ്റ ആയിട്ട് മറ്റുള്ള പുറത്തുള്ളൊരു കമ്പനിക്ക് അത് മറച്ചു കൊടുക്കില്ല എന്നുള്ളതിനെ പറ്റി പ്രത്യേകം ഫേസ്ബുക്ക് തന്നെ പറയുന്നുണ്ട്. അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്ത് ഡാറ്റകളൊക്കെ എടുക്കുക എന്നുള്ളത് നിങ്ങൾ പല പോസ്റ്റുകളും വീഡിയോകളൊക്കെ ആയിട്ട് മുമ്പ് കണ്ടിട്ടുണ്ടാവാം. ഒരുപക്ഷെ നമ്മുടെ ഫേസ്ബുക്കിനകത്ത് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള പല ഫേസ്ബുക്കിൻ്റെ തന്നെ പ്ലാറ്റ്ഫോമുകളിലകത്ത് നമ്മൾ ഡേ ടു ഡേ നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ കമൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ പേഴ്സണലായിട്ട് മറ്റൊരാളോട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ അയക്കുന്ന വോയിസ് നോട്ടുകൾ എന്തൊക്കെയാണോ, നമ്മൾ സംസാരിക്കണം, നമ്മൾ പോകുന്ന ലൊക്കേഷനുകൾ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഫേസ്ബുക്ക് ഈ ഡാറ്റനെ ഉപയോഗപ്പെടുന്നത്. അതല്ലാതെ ഈ ഡാറ്റ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളെ ഹറാസ് ചെയ്യാൻ വേണ്ടിയിട്ടോ, നിങ്ങളെ മറ്റുള്ളവരുടെ രീതിയിൽ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടോ, അത് പബ്ലിസിറ്റി ആക്കിയിട്ട് മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടോ, അത് ഒരു റോ ഡാറ്റ ആയിട്ട് വേറൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എന്ന് വെച്ചാൽ ഫേസ്ബുക്കിന് ലോകത്ത് ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. ഫേസ്ബുക്കിൻ്റെ തന്നെ യൂസർ അനലിറ്റിക്സ് പ്രകാരം ഏകദേശം 2.45 മില്യൺ കണക്കിന് ആക്റ്റീവ് യൂസേഴ്സ് പെർ മന്തിൽ ഉണ്ടെന്നുള്ളതാണ് ഫേസ്ബുക്കിൻ്റെ കണക്ക്. ഏകദേശം അത്രത്തോളം ആളുകളെ ഡേ ടു ഡേ അവർ ഓരോ മൈക്രോ സെക്കൻഡിലും എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ താല്പര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് അവർക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫേസ്ബുക്ക് അറിയാമല്ലോ, ഫേസ്ബുക്ക് തന്നെ ഒരു അഡ്വർടൈസിങ് കമ്പനിയാണ്. അവരെ സംബന്ധിച്ച് ഇതൊരു ടാർഗറ്റ് ബേസ്ഡ് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ അവർ ഫ്രീ ആയിട്ട് കുറേ സേവനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോലും അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുക, നമ്മുടെ ഇൻട്രസ്റ്റ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള രൂപത്തിൽ ആ ഒരു ടാർഗറ്റ് അഡ്വർടൈസ്മെന്റ് കറക്റ്റായിട്ട് നടത്താൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പല സ്ഥലങ്ങളിലും കേട്ടതുപോലെ തന്നെ നമ്മൾ ഒരു പ്രത്യേക സംവിധാനത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു iPhone 12 Pro നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ iPhone 12 Proൻ്റെ അഡ്വർടൈസ്മെന്റ് അപ്പുറത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് അതല്ലെങ്കിൽ മറ്റൊരു കണ്ടന്റ് നമുക്ക് വളരെ സിമ്പിളായിട്ടും ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് നമുക്ക് ഡെലിവറി തരാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലൊരു ഡിജിറ്റൽ പ്രൊഫൈലിംഗ് അവർ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൻ്റെ ഇത്രയും മില്യൺ കണക്കിന് യൂസേഴ്സിൻ്റെ വളരെ അക്യൂറേറ്റ് ആയിട്ട് അയാൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊഫൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിനകത്തേക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന ഒരു അഡ്വർടൈസറെ സംബന്ധിച്ച് അയാൾക്ക് വളരെ അക്യൂറേറ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ഈ ഡാറ്റിനെ ഈ പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റിന് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു ടാർഗറ്റഡ് അഡ്വർടൈസ്മെൻറ്റ് കൊണ്ടുള്ള ബെനിഫിറ്റ്. അതൊരു പേഴ്സണലൈസ്ഡ് ആക്കുക എന്നുള്ളതും കൂടെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്. എന്ന് വെച്ചാൽ നമുക്കും അത് ബെനിഫിറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ നമുക്കൊരു പക്ഷേ ഉപയോഗമില്ലാത്തൊരു അഡ്വർടൈസ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു പോസ്റ്റ് കാണുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും താല്പര്യമില്ലാത്ത പോസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇറങ്ങിപ്പോകും, നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതേസമയം നമ്മൾ എപ്പോഴും താല്പര്യമുള്ള ഒരു പോസ്റ്റുകൾ കാണുക, നമുക്ക് എപ്പോഴും താല്പര്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ചില സാധനങ്ങൾ അഡ്വർടൈസ്മെന്റ് കാണുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല അതൊരു പേഴ്സണലൈസ്ഡ് അഡ്വർടൈസ്മെന്റ് ആകുമ്പോൾ മാത്രമാണ് നമുക്കതൊരു താല്പര്യമുള്ളതോ അല്ലെങ്കിൽ നമുക്ക് യോജിക്കുന്നതാവുന്നത്. ആ യോജിക്കുന്നതാവണം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതുപോലെയുള്ള നമ്മളെക്കുറിച്ചോ നമ്മൾ എന്തൊക്കെ ചിന്തിക്കണം, നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ളതെന്നുള്ളത് ഫേസ്ബുക്ക് മനസ്സിലാവണം. അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്കിൻ്റെ തന്നെ അഡ്വാൻസ് സർവീസുകളായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം, മെസ്സഞ്ചർ, വാട്സപ്പ് പോലുള്ള ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിനകത്തൊക്കെ നമ്മൾ സംസാരിക്കുന്നതും അതിനകത്തൂടെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഡാറ്റകൾ കംപ്ലീറ്റ് ഇവരെന്ത് ചെയ്യും, മൈൻഡ് ചെയ്തെടുത്തിട്ട് അതൊരു പ്രത്യേക ഡാറ്റ അനലിറ്റിക്സിൻ്റെ പ്രോസസ്സിന് വിധേയമാക്കിയതിന് ശേഷം അതിനെ നമ്മളൊരു ഡിജിറ്റൽ പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കണതും നമ്മൾ പ്രൈവറ്റായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്നും ഒരേപോലെ ആയിക്കോണമെന്നില്ല. നാളെ നമ്മൾ പുതിയൊരു ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ വരുന്ന സമയത്ത് ഓരോ ദിവസവും നമ്മളെ ഒരു മൈൻഡ് മാറിക്കൊണ്ടേയിരിക്കുമല്ലോ. നമ്മൾ പുതിയ ഇൻട്രസ്റ്റ് ആണ് സമയത്ത് നമ്മുടെ പ്രൊഫൈലിനകത്ത് ഓരോ സമയങ്ങളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇനി അതല്ല നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പോവുകയാണ്
ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഫൈലിൻ്റെ ആവശ്യങ്ങളില്ല, ഫേസ്ബുക്കിന് നമ്മൾ ആവശ്യമില്ല, നമുക്ക് അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കിട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള സർവീസുകളൊന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിനെ ക്ലോസ് ചെയ്തിട്ട് ഒഴിവാക്കി പോകുക എന്നുള്ളതാണ്. എന്തായാലും ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള സ്പേസുകളിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ആ ഡാറ്റനെ എടുത്തിട്ട് റോ ഡാറ്റ ആയിട്ട് മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുക, നമ്മൾ ദുരുപയോഗപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം അവർ ഈ ഡാറ്റനെ എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടാർഗറ്റഡ് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളെ ഡാറ്റനെ ഉപയോഗപ്പെടുത്തുന്നു. ആ ഡാറ്റനെ ഉപയോഗപ്പെടുത്തുന്നത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ നമ്മളെടുത്ത ഡാറ്റനെ എടുത്തിട്ട് അത് വേറെ സ്ഥലത്ത് അഡ്വർടൈസ്മെന്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതല്ല. നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫേസ്ബുക്കിന് ഇത്രയും മില്യൺ കണക്കിന് ആളുകളെ ഡാറ്റകളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ വലിയ ഡാറ്റാ സെന്ററുകൾ തന്നെ ഉണ്ട്. ഏകദേശം ലോകത്തിന്റെ പല സ്ഥലങ്ങളിലായിട്ട് 15ഓളം ഡാറ്റാ സെന്ററുകളുണ്ട്. ഈ 15ഓളം ഡാറ്റാ സെന്റർ എന്ന് പറയുമ്പോൾ ഒരു ഡാറ്റാ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000കണക്കിന് കമ്പ്യൂട്ടിംഗ് ഡിവൈസുകളും അത്രയും ഡാറ്റ സ്റ്റോറേജ് ഡിവൈസുകളൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനം, ഒരു ഡാറ്റ വെയർ ഹൗസ്, സെർവർ ഫാം എന്നൊക്കെയാണ് നമ്മൾ അതിനെ പറയുക. സെർവർ ഫാം എന്ന് പറയുമ്പോൾ ഒരു കൃഷിയിടം പോലെ തന്നെ അവിടെ തന്നെ കംപ്ലീറ്റ് ഹാർഡ് സ്കൂളും കമ്പ്യൂട്ടറിലൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയൊരു ബിൽഡിങ്ങുകൾ. ഇതാണ് ഈ ഒരു ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത്. ഇങ്ങനെ 15ഓളം ഡാറ്റാ സെന്ററുകളാണ് ഈ പറഞ്ഞ മില്യൺ കണക്കിന് ആളുകളെ ഡാറ്റ അവരെടുത്ത് വെക്കുന്നത്. ഈ ഡാറ്റകൾ ഉപയോഗപ്പെടുത്തിയിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, അതുവഴി അഡ്വർടൈസ്മെന്റ് വളരെ അക്യൂറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഫേസ്ബുക്കിന്റെ ഒരു റവന്യൂ മോഡൽ. അവർക്ക് ലാഭം കിട്ടുന്നത് ആ ഒരു മേഖലയിലാണ്. അതിന് മാത്രമല്ല നമുക്കും കൂടെ ബെനിഫിറ്റ് കിട്ടുന്ന കുറേ സംവിധാനം തരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക് ഫേസ്ബുക്ക് വഴി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ എൻഗേജ്മെന്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ ബ്ലോഗർമാരൊക്കെ കണ്ടിട്ടില്ല, അതല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയൊക്കെ ഒരുപാട് വീഡിയോ ഷെയർ ചെയ്യുന്ന സ്ഥിരമായിട്ട് ചാനലുകളൊക്കെ നടക്കുന്ന മീഡിയ ആളുകളൊക്കെ ഉണ്ട്. ഇവർക്ക് ഒരുപാട് മോണിറ്റൈസേഷൻ മോഡലും കൂടെ ഫേസ്ബുക്ക് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്കും കൂടെ റവന്യൂ കിട്ടുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ പലർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ജനങ്ങൾക്കും ഉപകാരം ഉണ്ടാവണം, ജനങ്ങൾ ഒരു തരത്തിലും ദുരുപയോഗപ്പെടുത്തരുത് എന്നുള്ള ഉദ്ദേശം കൂടെ ഫേസ്ബുക്കിന് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ വാട്സപ്പിനകത്ത് കുറച്ച് ദിവസം മുന്നേ കണ്ട ആ ഒരു എഗ്രിമെന്റ് നിങ്ങൾ എഗ്രി ചെയ്യാതെ അതിന് പേടിച്ചിട്ട് വേറെ സ്കിപ്പ് ചെയ്ത് വേറെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പോകേണ്ടതൊന്നും പറയണമെന്നില്ല, പക്ഷെ പോകേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിട്ട് എനിക്ക് തോന്നണമെന്നില്ല. കാരണം നമ്മുടെ ഡാറ്റനെ എടുത്ത് അവർ ഉപയോഗിച്ചിട്ട് അവർ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് അവർ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. പക്ഷേ മറ്റു പല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പേഴ്സണലായിട്ട് അല്ലെങ്കിലും നമ്മുടെ രാജ്യത്തിനൊക്കെ പല രീതിയിലും ദോഷം ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും ഈ ഒരു രീതിയിൽ നമ്മളെ പേഴ്സണൽ ഡാറ്റകൾ അവർ എടുത്ത് അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടേതായിട്ടുള്ള വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഒരു മെഷീനോ ഒരു ഇന്റലിജന്റ് ഏജന്റോ അത് ഉപയോഗിക്കേണ്ട എന്നുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം പ്രൈവറ്റ് ആയിട്ടുള്ള ഡാറ്റകൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇതിനകത്ത് നിന്ന് അവോയ്ഡ് ചെയ്യുക. വാട്സപ്പിൽ വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ അതല്ലെങ്കിൽ ഇനി മറ്റേത് മെസ്സഞ്ചർ ആണെങ്കിൽ തന്നെ ശരി, അതിന് വഴി മാക്സിമം ഷെയർ ചെയ്യാതിരിക്കുക. വാട്സപ്പിനും ഫേസ്ബുക്കിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ മാക്സിമം സെക്യൂരിറ്റി കാര്യങ്ങളും ഹാക്കേഴ്സിന് ഒഴിവാക്കാനുള്ള സംവിധാനമൊക്കെ അവർ തരുന്നുണ്ടെങ്കിൽ പോലും നമ്മുടേതായിട്ടുള്ള മാക്സിമം പ്രൈവറ്റ് ഡാറ്റകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഡിസ്കഷൻസോ പ്രൈവറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സിറ്റുവേഷനോ കാര്യങ്ങളോ ഒരിക്കലും നിങ്ങൾ ഇതുപോലൊരു ഡിജിറ്റൽ ഡോക്യുമെന്റ് ആയിട്ട് എടുത്ത് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അതിന് ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫോണിനകത്ത് നിന്ന് മാക്സിമം തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ, അതായത് ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള കമ്പനികളൊക്കെ യഥാർത്ഥത്തിൽ ലീഗലായിട്ട് നമ്മുടെ നാട്ടിലേക്ക് രജിസ്റ്റർ ചെയ്ത് ഗവൺമെന്റിന്റെ എല്ലാ നിയമങ്ങളും മാനദണ്ഡങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് വരുന്ന കമ്പനികളാണ്. അതല്ലാത്ത രീതിയിലുള്ള പല ഫേക്ക് ആപ്ലിക്കേഷനുകളുണ്ട്. ഇത്തരം ഫേക്ക് ആപ്ലിക്കേഷനുകളൊക്കെ നമുക്ക് ഏതാണെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ കാണാൻ കഴിയുന്ന സാധനങ്ങളല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് മാക്സിമം ഗൂഗിളോ അല്ലെങ്കിൽ ആപ്പിളോ തന്നിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അല്ലാതെ ഒരു അൺനോൺ സോഴ്സിൽ നിന്ന് എടുത്തു വെച്ചിട്ടുള്ള ഒരു വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ആപ്ലിക്കേഷൻ മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. ഇനി ഇതിനൊക്കെ പുറമെ ഈ അടുത്ത് മീഡിയക്കകത്ത് കണ്ടിരുന്ന മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. അതായത് ഓൺലൈൻ വഴി ഇൻസ്റ്റന്റ് ആയിട്ട് ലോൺ കൊടുക്കുന്ന കുറേ ആപ്ലിക്കേഷനുകൾ, അതുവഴി ആളുകളെ ഡാറ്റ അവരെടുത്തിട്ട് അവരെ ദുരുപയോഗപ്പെടുത്താനും അവരെ ഹറാസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഡാറ്റനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഡാറ്റ എടുക്കുന്ന രണ്ട് തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒന്ന്, ഗവൺമെന്റിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ലോങ് ടേമിൽ ഫീസിബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആവണം എന്നുള്ള രൂപത്തിൽ ഉദ്ദേശിച്ച് വന്നിട്ടുള്ള ചില കമ്പനികൾ, ഇവർ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുമാണ് എന്നാൽ ഞങ്ങൾക്ക് അതുവഴി പ്രോഫിറ്റ് വേണം എന്ന് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചില കമ്പനികളാണ്. ഗൂഗിൾ, ഫേസ്ബുക്ക് പോലുള്ള കമ്പനികളൊക്കെ യഥാർത്ഥത്തിൽ ആ രൂപത്തിലായിരിക്കും വർക്ക് ചെയ്യുക. എന്നാൽ ഇതല്ലാത്ത ചില കമ്പനികളുണ്ട്. ആ കമ്പനികളുടെ ഉദ്ദേശം ജനങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടെന്ന് തോന്നിക്കും ചെയ്യും, എന്നാൽ ജനങ്ങളെ എന്തെങ്കിലും രൂപത്തിൽ മിസ്യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഡാറ്റകൾ മൈൻ ചെയ്തെടുക്കുന്ന ചില കമ്പനികളുണ്ട്. അത്തരം കമ്പനികളെ കുറിച്ചും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫേക്ക് ആപ്ലിക്കേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഇടത്ത് തന്നെ മീഡിയക്കകത്ത് വന്നിട്ടുള്ള ഒരു ന്യൂസിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ടൊക്കെ കുറേ ആളുകൾക്ക് ലോൺ കൊടുത്തിട്ടുള്ള കുറേ ആപ്ലിക്കേഷനുകൾ. ഈ ആപ്ലിക്കേഷനൊക്കെ അവരെ ഡാറ്റ എടുത്തിട്ടുണ്ട്. ഈ ഡാറ്റ എടുത്തിട്ട് അവർ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോൺ തിരിച്ചടക്കാത്ത ആളുകളെ ഹറാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മറ്റുള്ള രീതിയിൽ എന്തെങ്കിലും ദുരുപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ആ ഡാറ്റനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്.
ഇത്തരം ആപ്ലിക്കേഷൻക്കെതിരെ ഗവൺമെൻറ് അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്കെതിരെ ആക്ഷൻ ചെയ്യുകയും ചെയ്യും, അവരെ മാർക്കറ്റിന് എത്രയും പെട്ടെന്ന് പിടിച്ച് ഒഴിവാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക്, ഗൂഗിൾ പോലുള്ള കമ്പനികളൊന്നും ഒരിക്കലും ഈ ഒരു രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ പ്രത്യേക സർവീസ് നടത്തുന്ന ഒരു ഏരിയയിൽ നിന്ന് എപ്പോഴെങ്കിലും ക്വിറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ നിന്ന് പെട്ടെന്ന് പുറത്ത് പോകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വന്നതല്ല. അവരൊരു ലോങ് ടേമിൽ ഒരു പ്രത്യേക പ്ലാനോട് കൂടിയിട്ട് ജനങ്ങൾക്ക് ഇന്ന രൂപത്തിലൊക്കെ സർവീസ് കൊടുക്കും വേണം, ആ ഭാഗത്തുള്ള നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുസരിച്ചുകൊണ്ട് തന്നെ വർക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിനും കൂടി വന്നതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിനകത്ത് ഈ അടുത്ത് കണ്ട ടേംസ് ആൻഡ് പ്രൈവസി പോളിസി അഗ്രിമെന്റ് നമ്മളെ മുന്നിൽ തന്നെ വന്നു ചെയ്തു. അതിനകത്ത് ഒരു അഗ്രി ബട്ടൺ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി ഒരു ബട്ടൺ ഉണ്ടായിരുന്നു. താൽക്കാലികമായിട്ട് മാത്രം, അതായത് അഗ്രിമെന്റ് ചെയ്യാത്ത ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ അവരെ ഈ സർവീസിൽ നിന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒഴിവാക്കും, അവർക്ക് സർവീസ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഫേസ്ബുക്ക് പറയുന്നത്. പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിലൊരു നിയമ സംവിധാനം ഉണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. ആ രീതിയിൽ ഗവൺമെന്റ് എടുത്തിട്ടുള്ള കോടതി എടുത്തിട്ടുള്ള ചില പോളിസികൾ ഉണ്ടാവും. ഓരോ പൗരന്റെ അടുത്തും അവരുടെ ഡാറ്റ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവരെടുത്ത് നിന്ന് നേരിട്ട് സമ്മതം വാങ്ങിച്ചതിൻ്റെ തെളിവ് ഹാജരാക്കണം എന്നുള്ളൊരു കണ്ടീഷൻസും കൂടെ ഉണ്ടാവും. ആ രീതിയിലുള്ള കണ്ടീഷൻസിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ അക്കൗണ്ട് വഴി അവർ ഒരു പോളിസി സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തരുന്നതും അതുവഴി നമ്മളൊരു അഗ്രിമെൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഡോക്യുമെൻ്റായിട്ട് അവരതിന് എടുത്ത് വെക്കുകയും ചെയ്യും. നമ്മളെ ഡാറ്റ നമ്മളത് കൂടെ സമ്മതത്തോടു കൂടി അവരെ ഉപയോഗിക്കുകയും ചെയ്യും. ആ ഡാറ്റിനെ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ടാർഗറ്റഡ് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുകയും ചെയ്യും. എന്തായാലും ഇതൊക്കെയാണ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ. നിങ്ങൾ അവിടെ ഇവിടെയും കേട്ടതുപോലെ വെറുതെ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഈ ഒരു അഗ്രിമെൻ്റ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് വരുന്നതിന് മുമ്പ് തന്നെ ഫേസ്ബുക്കും വാട്സപ്പ് പോലുള്ള കമ്പനികളൊക്കെ നമ്മളെ ഡാറ്റ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ ഡാറ്റയുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവർ ഉപയോഗപ്പെടുത്തി ഈ പറഞ്ഞ രീതിയിൽ പ്രൊഫൈൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ടാർഗറ്റഡ് അഡ്വർടൈസ്മെൻറ്റിലൊക്കെ എന്നോ തുടങ്ങിയ സാധനങ്ങളാണ്. ഇത് എത്രത്തോളം അക്യുറേറ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നോ അത്രത്തോളം അക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ സംവിധാനങ്ങളും പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. എന്തായാലും ഈ ഫേസ്ബുക്ക്, ഗൂഗിൾ പോലുള്ള കമ്പനികൾ മാത്രമേ ഒരു പക്ഷേ അത്രയും പേടിക്കണ്ട എന്നുള്ളതിനെ പറ്റി ഞാൻ പറഞ്ഞുള്ളൂ. അതല്ലാത്ത ഒരുപാട് ഫേക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മളെ മുന്നിൽ നമ്മളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളെ ഡാറ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ ഡാറ്റകളൊക്കെ അവരെടുത്തിട്ട് നമ്മളെ ഹറാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കില്ല എന്നുള്ളതിനെ പറ്റി ഒരു രീതിയിലുള്ള സംശയവും ഇല്ല. എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തായാലും നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷനുകളോ പ്രൈവറ്റ് ആയിട്ടുള്ള ചാറ്റുകളോ കാര്യങ്ങളോ ഒരു രീതിയിലും നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും മീഡിയകളിൽ ഒരിക്കലും നിങ്ങൾ പങ്കുവെക്കാതിരിക്കുക. അത്രയും സെക്യൂർ ആക്കുക. നിങ്ങളെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസുകളിൽ മാക്സിമം നിങ്ങൾ ഇൻ്റർനെറ്റ് ടേൺ ഓഫ് ചെയ്യുക, GPS ടേൺ ഓഫ് ചെയ്യുക, ക്യാമറ ടേൺ ഓഫ് ചെയ്യുക, കഴിയുമെങ്കിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ വേണ്ടി ചെയ്യാൻ വേണമെങ്കിൽ അത്രയും ശ്രമിക്കുക. എന്തായാലും ആ ഒരു രീതിയിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഫേസ്ബുക്കിനായാലും ഗൂഗിളിനായാലും ട്രാക്ക് ചെയ്യിപ്പിക്കാതിരിക്കുക. ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയെ ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള ടെക്നോളജി എനേബിൾ ആയിട്ടുള്ള കുറേ ബിസിനസ് പ്ലാറ്റ്ഫോമുകളും പ്രൊജക്റ്റുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, കൺസൾട്ട് ചെയ്യുന്ന, ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സെറ്റ് ഓഫ് വാല്യൂസ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ളതും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത രൂപത്തിലുള്ളതും അതല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ പറ്റിക്കുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറുതാണെങ്കിൽ പോലും ഞങ്ങൾ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. അതിൻ്റെ ഡെവലപ്മെൻറ്റ് ആ ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്നുള്ള കണ്ടീഷൻ കൂടെ ഞങ്ങൾക്കുണ്ട്. സർവീസ് പ്രൊവൈഡർമാർക്കും ജനങ്ങൾക്കും ഒരുപോലെ ഉപകാരം ഉണ്ടാവുന്ന രൂപത്തിലുള്ള ഒരു നല്ലൊരു ഡിജിറ്റൽ വേൾഡ് നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.